എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഒരു മോർണിംഗ് വ്ലോഗാണ്. കാരണം രാവിലെ ഞാനിവിടെ ചെയ്യുന്ന കുറച്ച് ജോലികളാണ്. എന്റെ ജോലിയൊക്കെ രാവിലെ തന്നെ തീരും കേട്ടോ. അപ്പൊ ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അത് ഞാൻ വെളുപ്പിനെ ജിമ്മിന് പോകുന്നതിന് മുന്നേ ഉണ്ടാക്കിയൊക്കെ വെച്ച ഒരു ഫുഡാണ്. അത് ഞാൻ ജിമ്മും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നേരെ കഴിച്ചു. അപ്പൊ ഇത് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ കറി വെക്കാന്ന് പറഞ്ഞ് നിന്നതാണ്. അപ്പൊ ഇന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ഞാൻ 2-3 ടൈപ്പിൽ ചിക്കൻ കറി വെക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഞാൻ വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ കുക്കറിൽ ഞാൻ ഓൾറെഡി ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടിയിട്ട് ചിക്കൻ കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഒരു 3 വിസിൽ അടുപ്പിച്ച് ഓൾറെഡി പ്രഷർ പോകാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് പ്രഷർ പോകുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ അരിഞ്ഞെടുക്കാന്ന്. അങ്ങനെ ഞാൻ ഒരു 1/2 കിലോളം ചിക്കൻ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ എത്ര അളവിലാണ് ക്വാണ്ടിറ്റി എത്രയാണോ ഉള്ള ചിക്കൻ, ആ അളവിൽ നിങ്ങൾ ഉദ്ദേശത്തിന് സാധനങ്ങളൊക്കെ എടുക്കുക. എനിക്ക് അങ്ങനൊന്നും വലുതായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അറിയത്തില്ല. ഞാൻ വെക്കുന്ന ഒരു ടൈപ്പ് ഇങ്ങനെയാണ്. അതാണ് ഞാൻ ഇത്ര അളവൊക്കെ എടുത്തേക്കുന്നത്. അപ്പം എല്ലാ ദിവസവും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് എന്തായാലും ഞാൻ വിചാരിച്ചേക്കാണ്. ഒരു ദിവസം പോലും വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചില ദിവസമൊക്കെ വീഡിയോ ഇടാണ്ടിരിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് അധികം ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ വേറെ പണിയുന്നത്? കുറേ അല്ലാണ്ട് വേറെ കുറെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടാണ്. അപ്പം വീഡിയോ എല്ലാവരും നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും. അപ്പം ചിക്കൻ കറി വെക്കുന്നത് സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നീറ്റായിരിക്കണം എല്ലാ കാര്യങ്ങളും. ഞാൻ സവോളയുടെയൊക്കെ മുകളിലത്തെ ഒരു ലെയറൊക്കെ ഇല്ല, അതൊക്കെ ഞാനിങ്ങനെ പൊളിച്ച് കളയും. കാരണം അതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു കറുത്ത പാടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണില്ലേ, അതുപോലും എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാനപ്പോൾ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. സവോള ഒരു 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹാഫ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത്. അപ്പൊ ഇങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് സവോള അരിയാൻ വേണ്ടിയിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ സവോള ഇങ്ങനെ അരിയുമ്പോഴത്തേക്കും എല്ലാം പല പല പീസായി പോകുമായിരുന്നു. ചിലതിനൊക്കെ നല്ല വണ്ണം ഉണ്ടാവും, ചിലതിന് വണ്ണം കൊടുത്തില്ല. അപ്പൊ ഞാൻ ഷെഫിന്റെയൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ കൈ വെക്കുന്ന ഒരു രീതിയെ. അതായത് നമ്മുടെ ഇങ്ങനെ ഫിംഗർ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി പിടിച്ചിട്ട് ആ ഒരു ലെയർ അനുസരിച്ചിട്ടാണ് അവരിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് സക്സസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. എനിക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ കയ്യിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ പിടിച്ചറിയാറില്ല കേട്ടോ. എനിക്കത് അത്ര വശമില്ല. കാരണം എപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ, ചെറിയ പച്ചമുളകാണെങ്കിൽ പോലും ഇങ്ങനെ അരിയുവാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ എപ്പോഴും മുറിയാറുണ്ട് കേട്ടോ. കൈ മുറിയാന്ന് പറയുന്നത് സ്ഥിരം പരിപാടിയാണ് എൻ്റെ. അപ്പം സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് കളറിലെ പാത്രത്തിൻ്റെ ഈ പ്ലേറ്റില് ഈ ഒരു യെല്ലോ കളർ എന്നറിയാവോ. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് കളർ കയറി പിടിക്കുന്നതാണ്, അല്ലാതെ വേറൊരു കളറും അല്ല കേട്ടോ. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സവോള അരിഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുവാണ്. പിന്നെ 2 പച്ചമുളക് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ തുടച്ച് ഫുള്ള് ക്ലീൻ ആക്കി വെക്കും. ചില സമയത്ത് എനിക്ക് ഒന്നെടുത്ത് 2ാമത്തെ പ്രാവശ്യം കൈ കഴുകാൻ വേണ്ടി പോകും, പിച്ചാത്തി കഴുകാൻ വേണ്ടി പോകും, അത് തുടക്കാൻ വേണ്ടി ഇത് തുടക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെയൊക്കെ പോവാറുണ്ട് ഞാൻ. അപ്പം പാത്രങ്ങൾ ഇങ്ങനെ നമ്മൾ അരിയുന്ന പാത്രങ്ങൾ നമ്മൾ അപ്പം കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം കുറേ ഇങ്ങനെ കൂടി കിടക്കത്തില്ലല്ലോ. പണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് ആ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ വാഷ് ബേസിനിൽ ഇട്ടിട്ട് പിന്നെ കഴുകാന്നുള്ള രീതിയിൽ, അതായത് ജോലിയെല്ലാം ചേർന്നിട്ട്, അതായത് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം പാത്രം കഴുകാന്ന് പറഞ്ഞു. ഈ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകിയൊക്കെ ചില സമയത്ത് വെക്കും, ചില സമയത്ത് വെക്കാറില്ല. അത് ഓരോ മൂടനുസരിച്ചിട്ടിരിക്കും വേണ്ട. ചിലപ്പോൾ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പ തന്നെ കഴുകി വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് മാറ്റി വെക്കും. പിന്നെ ഈ ഹാർപ്പിക്ക് അവിടെ ഇരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബാൽക്കണിയുടെ അവിടുത്തെ ടൈല് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്ന ഹാർപ്പിക്കാണ് കേട്ടോ. കാരണം
അവിടെ എപ്പോഴും ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ചെളികൾ ഇങ്ങനെ താഴത്തേക്ക് വീഴാറുണ്ട്, ചെടികളിലെ മണ്ണ്. അപ്പൊ ആ മണ്ണ് അവിടെ നിൽക്കുമ്പോഴത്തേക്കും താഴത്തെ ടൈല് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ചെറിയായിട്ട് കളറ് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ഫുള്ള് ഈ ഹാർപ്പിക്ക് വെച്ചിട്ട് ഞാൻ കഴുകുന്നത്. ആ ഒരു ഹാർപ്പിക്ക് ഞാൻ അവിടെ ബാൽക്കണി കഴുകാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ്. 3 ബാൽക്കണി ഞാൻ ആ ഹാർപ്പിക്ക് വെച്ചിട്ടാണ് കഴുകുന്നത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗോതമ്പിന്റെ ദോശയും പരിപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ദോശ ഓൾറെഡി ഞാൻ കഴിച്ചായിരുന്നു, 2 എണ്ണമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. റിക്സ് ഞാൻ ക്ലാസ്സിൽ പോയതുകൊണ്ട് തന്നെ റിക്സ് ഞാൻ ദോശ വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2 ദോശമാവ് കലക്കിയിട്ട് ദോശമാവ് ഉണ്ടാക്കിയിട്ട് 2 ദോശ ഉണ്ടാക്കി പരിപ്പ് കറിയായിട്ടാണ് കഴിച്ചത്. അപ്പൊ പരിപ്പ് കറി ഓൾറെഡി രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പം ജിം കഴിഞ്ഞ് വന്നിട്ട് ഉടനെ ഞാൻ കഴിച്ച് നേരെ കുളിച്ച് ഇച്ചിരി നേരം റെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എടുത്തു. ഇന്ന് എന്റെ ലെഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ള് വേദനയായിരുന്നു കാലൊക്കെ. അപ്പം വന്ന ഉടനെ എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഇത്ര നേരം കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റതിന് ശേഷമാണ് പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നത്. അപ്പം ഞാൻ എന്താ പരിപ്പ് കറി വെച്ച പാത്രത്തിനകത്ത് ചിക്കൻ കറി വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പ്രഷറൊക്കെ പോയി ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല മസാലയുടെയൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഞാൻ വിചാരിച്ചതായിരുന്നു കുറച്ച് മറ്റേ കുരുമുളകില്ലേ ചതച്ചിടണമെന്ന്, പക്ഷെ ഞാനത് മറന്നുപോയി. അങ്ങനെ ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് കുക്കർ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ സ്റ്റൗവിൽ, എനിക്ക് ഈ ഒരു സ്റ്റൗ ആണ് ഇഷ്ടം എപ്പോഴും. ഫ്ലെയിം എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിന്റെ മുകളിൽ എന്തുവാ ഈ റൗണ്ടിൽ വെച്ചേക്കുന്നതെന്ന്. അപ്പൊ അത് നമുക്ക് ഗ്യാസ് ഒരുപാട് നമുക്ക് വേസ്റ്റ് ആയി പോകത്തില്ല. പിന്നെ പെട്ടെന്ന് നമ്മുടെ പാത്രം ഹീറ്റായി വരാനും ഈ ഒരു സംഭവം സഹായിക്കും കേട്ടോ. അന്ന് ഇതിനെനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് എന്തോ വാങ്ങിച്ചത്, എനിക്ക് തോന്നുന്നു 200 സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എത്രയാണ് റേറ്റ് എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പം പാൻ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഞാൻ കുറച്ച് കൂടുതൽ ഓയിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ, കാരണം എനിക്ക് കുറച്ച് ഓയിലൊക്കെ ഇഷ്ടമാണ്. ചില സമയത്തൊക്കെ ഞാൻ ഓയിൽ മിക്കവാറും കുറച്ച് കുറയ്ക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി ഗൈസ്, അതാണ് സത്യം. അപ്പൊ സവോള അരിഞ്ഞു, പച്ചമുളകും ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതില്ലേ, ഈ സത്യം പറഞ്ഞാൽ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ ആൾക്കാർ അവർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണോ നമുക്ക് വഴറ്റാനുള്ള സംഭവം അത് ഇട്ടതിന് ശേഷമാണ് അതിനകത്തേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകത്തില്ല, അതായത് നന്നായിട്ട് മൊരിഞ്ഞു പോകത്തില്ല, കറക്റ്റ് ഒരു പച്ച ടേസ്റ്റോടെ കിട്ടും. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നത്. ചിലര് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടും, അത് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷമാണ് സവോളയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറെ വീഡിയോസ് ഒക്കെ റെഫർ ചെയ്ത് നമ്മൾ കണ്ടു നോക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്റെ കുക്കിങ്ങിലും അതുപോലെയൊക്കെ വെറൈറ്റി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്താണോ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്താറുണ്ട് കേട്ടോ. അപ്പം ഇപ്പൊ ഞാൻ അത് ഇളക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ പാത്രത്തിൽ ഫുള്ള് സൈഡ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ തുടച്ച് ഇരിക്കാന്നുള്ളത്. എന്റെ കുക്കിംഗ് വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ മിക്കവാറും ഇതൊക്കെ ഈ പരിപാടിയുടെ ഇടയ്ക്ക് തന്നെ നടക്കുന്നതായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു തുള്ളി സാധനം പോലും അവിടെ ഇവിടെയും കിടക്കുന്ന കാണാൻ വേണ്ടി പാടില്ല. ഒക്കെ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടിരിക്കണം. പിന്നെ ഞാൻ നമ്മുടെ തറയാണെങ്കിലും ശരി, ഞാനിങ്ങനെ പാത്രം കഴുകുമ്പോഴത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് തെറിച്ച് വീഴാണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ അത്ര ഫോഴ്സിലാണ് പാത്രം കഴുകുന്നതെന്ന്. തെറിച്ചിടയ്ക്ക് വെള്ളമൊക്കെ വീഴുക. അപ്പൊ ആ വെള്ളവും ഞാൻ താഴത്തെ മാറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചില സമയത്തൊക്കെ തുടച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്റെ കുക്കിങ്ങിന്റെ ഒരു പകുതി സമയം ഇങ്ങനെ ഈ ക്ലീനിങ്ങിന്റെയും കൂടെ പോകും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് ശീലിച്ചതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ചിലർക്ക് അത് നല്ല കാര്യമായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് നല്ല കാര്യമാണ്. കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും എപ്പോഴും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചേ ഉണ്ടാക്കത്തുള്ളൂ. എല്ലാം നല്ല ക്ലീൻ എന്നുള്ള രീതിയിൽ. ചിലപ്പം അധികമായാലും അമൃതും വിഷം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടം. അപ്പം ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും, അതായത് നന്നായിട്ട് വഴണ്ടു വരുമ്പോഴത്തേക്കും, അങ്ങനെയല്ലേ പറയുന്നത്, ഓക്കെ, നന്നായിട്ട് വഴണ്ടു വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം.
നമ്മൾ കുക്കറിൽ മിക്ക സാധനങ്ങളും പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലാണല്ലേ മിക്ക കാര്യങ്ങളും. അതായത് ഈ ചെറിയ മറ്റേ പരിപ്പും പയറും കടലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കുക്കറിലിട്ടല്ലേ അടിക്കുന്നത്. ഞാനും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞാനും മിക്ക സാധനങ്ങളും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് എളുപ്പം. കാരണം ഒരൊറ്റ വിസിൽ അല്ലെങ്കിൽ 2-3 വിസിൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ സാധനവും വെന്ത് കിട്ടുമല്ലോ, ആ ഒരു എളുപ്പത്തിന്. കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ മിക്ക ദിവസങ്ങളിലും നമുക്ക് ചിക്കൻ ഉണ്ടാകും. കാരണം ഫിഷ് നമുക്ക് അത്രയും അവൈലബിൾ ആയിട്ട് ഇവിടെ കിട്ടാറില്ല. കാരണം ഫ്രഷ് ഫിഷ്, അതായത് നമ്മുടെ കടലിലെ മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാട്. പക്ഷേ ഈ കായലിലെ മീനൊക്കെ ഇല്ല, അത് എന്താ പറയുന്ന പിലോപ്പിന്നോ അങ്ങനെ എന്തോ പറയും, ആ ഒരു മീനൊക്കെ കിട്ടും. ഞാൻ പക്ഷെ കായലിലെ മീൻ അതൊന്നും കഴിക്കാത്തത് കൊണ്ട് അതിവിടെ അങ്ങനെ വാങ്ങിക്കുന്നത് ഭയങ്കര കുറവായിരിക്കും. ചേട്ടനെ കഴിക്കാൻ വേണ്ടി മാത്രം വാങ്ങിക്കുവേ, അല്ലാതെ അങ്ങനെ എപ്പോഴും ഒന്നും വാങ്ങിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മിക്കപ്പോഴും പച്ചക്കറിയും ചിക്കനും ആണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത സാധനം പറഞ്ഞിട്ട് ബാക്കി പറയാവേ. അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. 1 സ്പൂൺ മുളക് പൊടിയും ജസ്റ്റ് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും, ഇത് രണ്ടും മാത്രമേ ഞാൻ ഇപ്പം ഇടുന്നുള്ളൂ. അതിനുശേഷം ഞാൻ നമ്മൾ മസാലപ്പൊടി, നാടൻ മസാലപ്പൊടി ഇല്ല, അത് പൊടിച്ചത് ഓൾറെഡി ഞാൻ ചിക്കൻ വേവിക്കാൻ നേരം അതിനകത്ത് ഇട്ടാ വേവിച്ചത്. അപ്പം അതനുസരിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് കുറവാണ് ഞാൻ എല്ലാം ആഡ് ചെയ്തേക്കുന്നത്. ഓൾറെഡി മുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചിക്കൻ നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തല്ലോ, അപ്പം അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് ജസ്റ്റ് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് ചതച്ച കുരുമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഇപ്പം ചതക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു, കാരണം ഞാൻ ഓൾറെഡി കല്ലൊക്കെ കഴുകി വെച്ച്, ഇനി എനിക്ക് എടുത്തിട്ട് കഴുകാനൊന്നും കഴിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വെള്ളം അധികമൊന്നും വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ചിക്കൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ സാധനവും വേവിക്കുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ച് മാത്രമേ വേവിക്കാറുള്ളൂ കുക്കറിലിട്ട്. അല്ലാതെ ഞാൻ ഒന്നിലും വെള്ളം ഒഴിക്കാതെ വേവിക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇനി എന്തെങ്കിലും കുക്കറിൽ എന്തെങ്കിലും കരിഞ്ഞു പോവുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഒരു ഇൻസിഡന്റ് ഇതിന് മുന്നേ ഉണ്ടായി. അപ്പോൾ അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്സിനേട്ടൻ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ റിക്സിനേട്ടൻ ബോയിൽഡ് ചിക്കനാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രീൻ വെജിറ്റബിൾസ് ഇട്ടിട്ട് നമ്മൾ ഒലിവ് ഓയിലിൽ ജസ്റ്റ് ഒരൊറ്റ വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കറിലിട്ട് അടിക്കുമ്പോഴത്തേക്കും പ്രഷർ വഹിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ഒരു ദിവസം ചെയ്തപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എത്ര നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും വിസിലടിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ സംഭവം. അപ്പോൾ വിസിലടിച്ച് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചണിൻ്റെ അവിടെ തന്നെ നിന്ന്, അല്ലെങ്കിൽ തന്നെ എന്ത് കാര്യവും കിച്ചണിൽ വെക്കുമ്പോഴത്തേക്കും ആണെങ്കിലും ഞാൻ അവിടെ നിന്ന് മാറാറില്ല. കാരണം ഇത്തിരി നേരം നമ്മൾ അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഫോണിൽ എന്തെങ്കിലും ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അടുക്കളയിലെ കാര്യം ഞാൻ മറന്നു പോകും. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എൻ്റെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ. ഗ്രേസേമി ഇതുപോലെ തന്നെ എന്തെങ്കിലും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ മറന്നു. അതുപോലെ തന്നെയാണ് ഞാനും, വെച്ചിട്ട് പോയാൽ ഞാൻ മറന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പം എന്തെങ്കിലും കോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവരോട് സംസാരിക്കുന്നവരോട് പറയും, ഞാൻ ഇതുപോലെ വെച്ചിട്ട് നിൽക്കുകയാണ്, ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം അവരാണെങ്കിലും ഓർക്കുമ്പോൾ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ഞാൻ പറയാറുണ്ട്. ഇപ്പം സബ്ജീസിനൊക്കെ ഞാൻ വിളിക്കുമ്പോഴാണെങ്കിലും നിമിച്ചിനെയൊക്കെ വിളിക്കുമ്പോഴാണെങ്കിലും അവരെന്നോട് പറയും, എടി നീ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ. അപ്പം ഞാൻ ഓർക്കാം അയ്യോ എന്ന്. കാരണം ഞാൻ ഇടയ്ക്കങ്ങനെ മറന്നു പോകാറുണ്ട്. പക്ഷെ ആ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ അങ്ങനെ മാറി നിൽക്കത്തില്ല അധികം. മാക്സിമം ഞാൻ ശ്രമിക്കാറില്ല കേട്ടോ അങ്ങനെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചിക്കൻ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ മസാലയൊക്കെ ഒന്നും കൂടെ ആ സവോളയുടെ അതൊക്കെ ഒന്ന് ചിക്കനിൽ ഇതാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വെച്ചിടാം. അപ്പം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ചിക്കൻ ഞാൻ പറഞ്ഞില്ല കുക്കറിൽ വെച്ചെന്ന്. അപ്പം കുക്കറിൽ ഇത്ര നോക്കിയിട്ട് വിസിൽ വരുന്നില്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ പുക മാത്രം വരുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ കുറച്ചങ്ങ് ദൂരത്തോട്ട് മാറുന്നത്, അതായത് നമ്മുടെ ഡോറിൻ്റെ സൈഡിലോട്ട് അങ്ങ് മാറി വെച്ച് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ദേഹത്ത് തെറിച്ച് വീഴണ്ടല്ലോ എന്ന് വിചാരിച്ച്. എനിക്കാണെങ്കിൽ അടുത്ത് വന്ന് ഗ്യാസ് ഓഫാക്കാൻ വേണ്ടിയിട്ട് പേടി, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും ടൂ എന്ന് പറഞ്ഞൊരു സൗണ്ട് മാത്രമേ, അതായത് നമ്മൾ ബലൂൺ പൊട്ടത്തില്ലേ അതുപോലത്തെ ഒരു സൗണ്ട് മാത്രമേ ഇട്ടുള്ളൂ. പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി എന്താ ടവൽ എന്തോ പൊതച്ച് എൻ്റെ മുഖത്ത് അങ്ങനെ എന്തോ പൊതച്ച് വെച്ചിട്ട് ഞാൻ നേരെ പോയി ഫ്ലെയിം ഓഫാക്കിയേ. തുറന്നു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സേഫ്റ്റി വാൽവ് ഇല്ലേ അത് പൊട്ടി കുറച്ചും കൂടെ ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ കുക്കർ നന്നായിട്ട് പൊട്ടിത്തെറിച്ചേനെ. ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ നോക്കിയപ്പോഴത്തേക്കും
കരിഞ്ഞ് എന്തോ നമ്മുടെ കരി ഇങ്ങനെ ഇരിക്കും, കരിക്കട്ട അതുപോലായി ചിക്കൻ്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് 2 പ്രാവശ്യം വെച്ചപ്പോഴത്തേക്കും ചെയ്തത്. അപ്പോൾ 2 പ്രാവശ്യം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച കുഴപ്പമൊന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന്. 3ാമത് പ്രാവശ്യം അതുപോലെ തന്നെ വെച്ചപ്പോഴത്തേക്കുമാണ് സംഭവിച്ചത് ഇങ്ങനെ. അതിന് ശേഷം പിന്നെ ഞാൻ കുക്കറിൽ അങ്ങനെ വെള്ളം ഒഴിക്കാതെ വെക്കാറില്ല. അതിന് മുന്നേ ഞാൻ വെക്കാറില്ലായിരുന്നു. അപ്പോൾ റിക്സൺ ചേട്ടൻ പറഞ്ഞ് വേണ്ട, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ അങ്ങ് നിർത്തിയാൽ മതി. ഞാൻ പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിക്കുന്നവരെ കാത്തു നിന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഈ ഒരു കഥയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ച് ഒടുക്കത്തെ ചൂടാണ്. ഞാൻ കിച്ചണിൽ നിന്ന് ആ ഒരു ഇതും ചെയ്തതേ ഇപ്പോൾ ചെടിക്കും വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ വിയർത്ത് കുളിച്ച് ഇനി എനിക്ക് പോയിട്ട് ഇനി കുളിക്കണം. ചിക്കൻ കറി വെച്ചു, പിന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചു, ചോറ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്ത് പുറത്ത് വെച്ചു. ഇനി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്നിട്ട് ഇപ്പൊ സമയം എനിക്ക് തോന്നുന്നു എത്ര മണിയായി, ഒരു 12 മണിയായിട്ടുള്ളൂ. ക്ലോക്ക് അവിടെ അതങ്ങ് നോക്കാൻ പോയി, 12 മണിയായിട്ടില്ല. അപ്പം ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കും. ഇന്നലത്തെ കുറച്ച് കടലക്കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കണം. അത് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചൂടാക്കത്തുള്ളൂ. പിന്നെ രാവിലെ ദോശയ്ക്ക് പരിപ്പ് കറി വെച്ചുകൊണ്ട് അപ്പോൾ അത് വെക്കും. അപ്പോൾ ഇന്നൊരു ഞാൻ പെട്ടെന്ന് വെക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ വെച്ചത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.